إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വ്യത്യസ്തമായ പരീക്ഷണങ്ങളും ശിക്ഷകളും ലോകത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്നത് അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നാം ഒരാഴ്ചയിലധികമായി കേട്ടുകൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ 5 നഗരങ്ങളിൽ ഒന്നും അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ നഗരവും അതിന്റെ പരിസര പ്രദേശങ്ങളുമൊക്കെ ശക്തമായ കാറ്റും തീയിനാലും ചാമ്പലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശിക്ഷയാണോ അല്ലേ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. എന്നാൽ പരീക്ഷണമാണ് എന്ന് ഉറപ്പിച്ചു പറയാം. പരീക്ഷണം ആർക്കും, വിശ്വാസിക്കും അവിശ്വാസിക്കും ഒക്കെ പരീക്ഷണമുണ്ടാകാം. ഒരുപക്ഷെ ശിക്ഷയും അതോടൊപ്പം പരീക്ഷണവും മറ്റുള്ളവർക്ക് ഉണർത്തലുമാകാം. ഏതായിരുന്നാലും ഇതുപോലുള്ള ശിക്ഷകൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത് പുതിയ ഒരു സംഭവമല്ല എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ഒരുപാട് പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലെ കടുത്ത മുശ്രിക്കുകളും കാഫിറുകളുമായ നിഷേധികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ ശിക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആനിൽ പറയുന്നു. ഇവിടെ അതുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പൂർവ്വകാല സമുദായങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട വളരെ കരുത്തരായ ശക്തരായ മല്ലന്മാരായ ആളുകളായിരുന്നു ആദ് ഗോത്രക്കാർ. ആദ് ഗോത്രത്തിലേക്ക് അള്ളാഹു ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചു. തൗഹീദിലേക്ക് ക്ഷണിച്ചു. അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് കൽപ്പിച്ചു. പ്രവാചകനായ എന്നെ നിങ്ങൾ അനുസരിക്കണം എന്ന് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ഉപദേശിച്ചു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ആ ആളുകൾ ശിർക്കും കുഫറും വിട്ട് തൗഹീദ് അംഗീകരിക്കാൻ തയ്യാറായില്ല. ആ ആളുകളിലേക്ക് അള്ളാഹു നൽകിയ ശിക്ഷ അത് കടുകടുത്ത ശക്തിയേറിയ നശിപ്പിച്ചു കളയുന്ന കാറ്റായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. അമേരിക്കയിൽ തീയോടൊപ്പം ഉണ്ടായതും അണയാത്ത കടുത്ത തീക്കട്ടകളാൽ കൂരിയെറിയപ്പെടുന്ന 100-ലധികം കിലോമീറ്റർ വേഗതയിൽ അടിച്ചു വീശുന്ന കാറ്റാൻ. എന്നാൽ ആദ് ഗോത്രക്കാർ നശിപ്പിക്കപ്പെട്ടു. അവരെ നശിപ്പിച്ചത് ശക്തമായ നശീകരണ ശക്തിയുള്ള സൊർസരിൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന പോലെ ശരശര ശക്തമായ ഊക്കോടുകൂടി തുടർച്ചയായി അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകൊണ്ടാണ്. ആ കാറ്റിനെ അവർക്കുമേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 രാത്രിയും 8 പകലുകളും, അതായത് 7.5 ദിവസം, അങ്ങനെ തന്നെ ഖുർആൻ പറഞ്ഞത്, 7 രാത്രി 8 പകലുകളും തുടർച്ചയായി അവർക്കുമേൽ ആ കാറ്റിനെ നാം കീഴ്പ്പെടുത്തി. എന്നാൽ നിലക്കാത്ത കാറ്റാൻ. ഫതറൽ ഖൗമ ഫീഹാ സർആ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. ആ പ്രദേശത്തുണ്ടായിരുന്ന മല്ലന്മാരായ കരുത്തന്മാരായ അവരുടെ ശാരീരിക ബലവും അതുപോലെ തന്നെ നിർമ്മാണ ശേഷിയും ഒക്കെ ഖുർആൻ വേറെ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്നും ഇവിടെ സ്വീകരിക്കുന്നില്ല. ഈ കാറ്റടിച്ചു വീശിയപ്പോൾ ആ ജനതയെ നിനക്ക് കാണാം, അവർ ബോധരഹിതരായി മറിഞ്ഞു വീണതുപോലെ. കാന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. താഴ്വേരുകൾ അല്ലെങ്കിൽ വേരുകളറ്റ് ഭൂമിയിൽ നിന്ന് മറിഞ്ഞു വീണ ഈത്തപ്പനയുടെ കുറ്റികളെ പോലെയുണ്ട് അവർ. വലിയ പനകൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന പനകൾ മറിഞ്ഞു വീണാൽ ആ മറിഞ്ഞു വീണ പനയുടെ കുറ്റി, അതിന്റെ വേര് മുരട് ഭാഗം എങ്ങനെയുണ്ടാകുമോ അങ്ങനെയാണ് ഈ ആളുകൾ ബോധരഹിതരായി മറിഞ്ഞു വീഴുന്നത്. കാരണം പന പോലെ വീണു എന്ന് പറയാൻ കാരണം പന പോലെ നീളമുള്ള ശക്തന്മാരായ അത്രക്ക് ശക്തരായ ആളുകൾ ലോകത്ത് വേറെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നു. അങ്ങനെയുള്ള ഞങ്ങളെക്കാൾ ഇനി കേമന്മാർ ലോകത്ത് ആരാണുള്ളത് എന്ന് വീമ്പളക്കിയ ആ ആളുകളെയാണ് കാറ്റുകൊണ്ട് ഖുർആന്റെ ചിത്രീകരണം നോക്കൂ. മുരട് മുറിഞ്ഞ പനകൾ വീണ് കിടക്കുന്നത് പോലെ ഈ മനുഷ്യന്മാർ പനകളെ പോലെ വീണ് കിടക്കുകയാണ്. ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. എന്നിട്ട് അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, ഇവരുടെ വല്ല ശേഷിപ്പും നീ കാണുന്നുണ്ടോ ഈ ലോകത്ത്? അപ്പൊ ഞങ്ങളെക്കാൾ കരുത്തരായി ലോകത്താരുമില്ല എന്ന് അഹങ്കരിച്ച ആദ് ഗോത്രക്കാരെ അള്ളാഹു നശിപ്പിച്ചത് ഒരൊറ്റ കാറ്റുകൊണ്ടാണ്. സൂറത്തുൽ ഹാഖയിലെ വചനങ്ങളാണിത്. സൂറത്തുൽ ഖമറിലെ ആയത്തുകളിലും ഇതേ കാറ്റിനെ കുറിച്ച് പറഞ്ഞതിനു ശേഷം അവർ ആ വീഴുന്ന അവസ്ഥ ഖുർആൻ പറയാണ്. തൻസിഉൻ നാസ കഅന്നഹും അഅജാസു നഖ്ലിൻ മുൻഖയർ. മുരട് മുറിഞ്ഞ് പിഴുതെറിയപ്പെട്ട് വീണ് കിടക്കുന്ന ഈത്തപ്പനയുടെ കുറ്റികളെ പോലെ അവരെ അതാ കാറ്റ് ഭൂമിയിൽ നിന്ന് ഊരിയെടുക്കുകയാണ്. ഒരു പന നമ്മളൊന്നും വിചാരിച്ചാൽ വീഴ്ത്താൻ സാധ്യമല്ല, അത് മുറിക്കണം. പൊരിച്ചെടുക്കലിൽ
കതിരയുടെ പാടാണ്. കാരണം ഇതിന് ശക്തമായ 100 കണക്കിന് വേരുകൾ ഉണ്ടാവും, 100 കണക്കിന് 1000 കണക്കിന് വേരുകളുണ്ട്. എന്നാൽ പന പോലെ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന ഈ മനുഷ്യരെ വേരോടെ തൻസിഉന്നാസ, ജനങ്ങളെ ഭൂമിയിൽ നിന്ന് ഊരിയെടുക്കുന്നു. തടിയും മണ്ണവും വലുപ്പവും തൂക്കവും അഹങ്കാരവും ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ചെടികൾ പറിച്ചെടുക്കുന്ന പോലെ ഇവരെ ഭൂമിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന കാറ്റ് നിന്നിടത്ത് നിന്ന് ഓടിപ്പോകുന്ന അവസ്ഥയിലാണ്. നമുക്ക് ഈ കാറ്റിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ലോകത്തെ ഏറ്റവും വലിയ താമസ സ്ഥലമുണ്ട്, ഏറ്റവും സുഖകരമായ വീടുകളുണ്ട്, മുന്നോട്ട് നോക്കിയാൽ കടലും നദിയും ഒക്കെ കാണാൻ കഴിയുന്ന ഉയർന്ന കുന്നുകളിൽ നിന്ന് ശുദ്ധവായു ശ്വസിച്ച് ആശ്വസിക്കാമെന്ന് അഹങ്കരിച്ച ആളുകൾ തങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ മനുഷ്യരെ പനകൾ പിഴുതെറിഞ്ഞതുപോലെ പിഴുതെറിഞ്ഞു എന്ന രൂപത്തിലാണ് ഈ കൊട്ടാരങ്ങളും വീടുകളും ബില്യൺ കണക്കിന് വിലയുള്ള ഈ വീടുകളൊക്കെ അതൊക്കെ ഒഴിവാക്കി പറിച്ചെറിയപ്പെട്ടതുപോലെ ആ വീടുകളിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടത്. ഇവിടെയും ഖുർആൻ തൊട്ടടുത്ത് ചോദിക്കുന്നത് ഫകൈഫ കാന അദാബി വനുദുർ, അള്ളാഹു ചോദിക്കാൻ എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും എങ്ങനെയുണ്ട് കൂട്ടരെ എന്നാണ് അള്ളാന്റെ ചോദ്യം. അപ്പൊ അഹങ്കരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ ശക്തി അവൻ ഉദ്ദേശിക്കുന്നവരെ നശിപ്പിക്കുവാൻ, അഹങ്കാരികളെ വകവരുത്തുവാൻ അള്ളാഹുവിന് കഴിയും. അതിന്റെ പുറമെ പരലോകത്ത് വേറെയും ഉണ്ടാകും. സൂറത്തുൽ അഹ്ഖാഫിലെ 24-25 വചനങ്ങളിൽ ആ കാറ്റിനെ കുറിച്ച് അള്ളാഹു പറയുന്നു, റീഹുൻ ഫീഹാ അദാബുൻ അലീം, സുഖകരമായ കാറ്റല്ല. നമുക്കൊക്കെ ഒരു കാറ്റ് കിട്ടിയാൽ ഒരു സുഖം ഉണ്ടാവും, എന്നാൽ തണുപ്പാണ്, ചൂട് കുറയും, ചൂടുള്ള അന്തരീക്ഷം പോയിട്ട് തണുപ്പ് വരും, വേറെയും പല കാര്യങ്ങൾ അതുകൊണ്ടുണ്ടാവും. ചെടികളിൽ പരാഗണം നടത്തും, ഇതൊക്കെ ഖുർആൻ തന്നെ പറഞ്ഞ ലവാക്കെ പരാഗണം നടത്തുന്നവയായി കാർമേഘങ്ങളെ തെളിച്ചു കൊണ്ടുവരും, അങ്ങനെ മഴ കിട്ടും. എന്നാൽ ഈ കാറ്റിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് ശക്തമായ വേദനയുള്ള ശിക്ഷയുള്ള കാറ്റാണ്, സുഖത്തിന്റെ കാറ്റല്ല. തുദമ്മിറു കുല്ല ശൈഇൻ ബി അംരി റബ്ബിഹാ, ആ കാറ്റിന്റെ റബ്ബിന്റെ കൽപ്പന മൂലം ഈ കാറ്റ് എന്ത് ചെയ്യുന്നു? എല്ലാറ്റിനെയും തരിപ്പണമാക്കുന്നു. ഈ കാറ്റ് കടന്നുപോയ അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് നഗരത്തിൽ, കാലിഫോർണിയ പ്രദേശങ്ങളിൽ ഒന്നിനെയും അത് ബാക്കി വെച്ചിട്ടില്ല. കാറ്റ് പോയടത്തെല്ലാം തുദമ്മിറു കുല്ല ശൈഇൻ, എല്ലാറ്റിനെയും അത് പാടെ നശിപ്പിച്ച് തരിപ്പണമാക്കി കളഞ്ഞു. ഫാസ്ബഹു, അങ്ങനെ അതാ കാറ്റടിച്ച് വീശിയ സ്ഥലങ്ങളിൽ അവർ ആയിത്തീർന്നു. ലാ യുറാ ഇല്ലാ മസാകിനുഹും, അവരുടെ താമസ സ്ഥലങ്ങളല്ലാതെ മറ്റൊന്നും അവർ കാണുന്നില്ല. കത്തിക്കരിഞ്ഞ വീടിന്റെ അവശിഷ്ടങ്ങൾ, ചുമരുകൾ, ചില സ്ഥലത്ത് ചുമരും കാണാനല്ല, കാരണം വേറെ മരം കൊണ്ട് പലതുണ്ടാക്കിയ വീടാണ്, അതടക്കം കത്തിപ്പോയി, കത്താൻ അതുകൂടി ആക്കം കൂട്ടി. അങ്ങനെ ആ താമസ സ്ഥലം ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അതിന്റെ തറകളും ചുമരുകളും അല്ലാതെ മറ്റൊന്നും കാണാനില്ല. കോടികളുടെ വീടുകൾ കത്തിപ്പോയി, അതിലുണ്ടായിരുന്ന എല്ലാ സുഖസൗകര്യങ്ങളും നശിച്ചു. നല്ല മിനുമിനുക്കമുള്ള വിരിപ്പുകളും പുതപ്പുകളും കത്തി, വസ്ത്രങ്ങൾ പോയി, കിലോ കണക്കിന് സ്വർണങ്ങൾ നശിച്ചു, കൂമ്പാരക്കണക്കിന് ഡോളറുകൾ ചാമ്പലായി, മുന്തിയ കാറുകളും അവന്റെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യങ്ങളും അവന്റെ എല്ലാ രേഖകളും അവൻ ജീവിച്ചിരുന്നു എന്നതിന് അവന്റെ തടിയല്ലാത്ത മറ്റൊന്നും ബാക്കിയില്ല. എല്ലാറ്റിനെയും അത് നശിപ്പിച്ചു കളഞ്ഞു. ഇവിടെയും ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് കദാലികൽ നജ്സിൽ ഖൗമൽ മുജ്രിമീൻ, പാപികളായ ആളുകൾക്ക് അല്ലാഹു അങ്ങനെയാണ് കൊടുക്കുക എന്നാണ്. അങ്ങനെയാണ് പ്രതിഫലം കൊടുക്കുക. ദുനിയാവിൽ തന്നെ പ്രതിഫലം, പരലോകത്ത് വരെയും. മുജ്രിമീൻ അല്ലെങ്കിൽ മുജ്രിം എന്ന വാക്ക് ഖുർആനിൽ മിക്ക അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത് ശിർക്കും കുഫ്റും ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ്. കള്ളു കുടിച്ചവനെയോ വ്യഭിചരിച്ചവനെയോ തമ്മാടിത്തം ചെയ്തവനെ കുറിച്ചല്ല. അതിനേക്കാൾ വലിയ ജരീമത്ത്, കുറ്റകൃത്യം എന്ന് പറയുന്നത് ശിർക്കാണ്, കുഫ്റാണ്. അത് ചെയ്ത ആളുകളെ കുറിച്ച് ആ പ്രയോഗമാണ് ഖുർആൻ ഇവിടെ നടത്തിയത്. മുജ്രിം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധാരണ തെറ്റീര കള്ളുടിച്ച അല്ലെങ്കിൽ വ്യഭിചരിക്കുന്ന കക്കുന്ന മനുഷ്യനെ വിചാരിക്കണ്ട. ശിർക്കും കുഫറുമുള്ള ആളുകളെ കദാലിക്, അങ്ങനെയാണ് നാം പ്രതിഫലം നൽകുക. അപ്പൊ നോക്കൂ, ഈ പറഞ്ഞ കാറ്റിന്റെ അവസ്ഥയിലാണ് എല്ലാറ്റിനെയും പിഴുതെറിയുന്ന കാറ്റ്. രണ്ടാമതായി ആ കാറ്റിനെ കുറിച്ച് ഖുർആൻ സൂറത്ത് അൽ ഇസ്രായിലെ 17-ാമത്തെ വചനത്തിൽ, അവിടെ മാത്രമല്ല 4 സ്ഥലങ്ങളിൽ ഖുർആൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഹാസിബ്. ഹാസിബ് എന്ന് പറഞ്ഞാൽ ചരൽ കാറ്റ് എന്നാണ്, ചൂടുള്ള ചരൽ കാറ്റ്, കൊടുങ്കാറ്റ്. ഹാസിബ്, നിങ്ങൾ താമസിക്കുന്ന കരയുടെ ഭാഗവുമായി ഭൂമിയിലേക്ക് താഴ്ത്തിക്കളയുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? ഔ യുർസില അലൈക്കും ഹാസിബ, അല്ലെങ്കിൽ ഈ ചുടുകാറ്റിന്റെ ചരൽക്കല്ലുകളുള്ള കാറ്റുകൾ നിങ്ങൾക്കുമേൽ അയക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാവുകയാണോ? വന്നെത്തൂല എന്ന് നിങ്ങൾക്ക് എന്തുറപ്പാണുള്ളത്? ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ സുഖലോകുലുപന്മാർ, ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തന്മാർ, ഞങ്ങളാണ് ഏറ്റവും വലിയ പണക്കാർ, ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സമ്പന്നർ. കാരണം എന്താണ്? ഹോളിവുഡ് എന്നറിയപ്പെടുന്ന സിനിമാ ലോകത്തെ ഏറ്റവും വമ്പന്മാരും കൊമ്പന്മാരും താമസിക്കുന്ന ഏറ്റവും വലിയ നഗരം. ദശക്കണക്കിന് ഏകദേശം 50ഓളം കോടീശ്വരന്മാർ ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഒന്നും രണ്ടൊന്നല്ല, 50ഓളം. അത്രയും ശതകോടീശ്വരന്മാർ താമസിക്കുന്ന അങ്ങനത്തെ ഒരു പ്രദേശം ഭൂമിയിലില്ല. അതിനെയൊക്കെ നിമിഷ നേരം കൊണ്ട് അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയാണ്, തുമ്മലാ തജിദൂ ലക്കും വക്കീല, നിങ്ങൾക്ക് ഒരു വക്കീലിനെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ ഒരു വക്കീൽ, അവിടെ അമേരിക്കന്റെ ഭരണാധികാരിയോ ഇനി ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് ഞങ്ങൾ മതി എന്ന് പറയുന്നവരോ ഒന്നും വക്കീലായില്ല. ഏൽപ്പിക്കാൻ പറ്റിയ ഒരു ശക്തിയെയും അവിടെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ആ രാജ്യം മുഴുവൻ എല്ലാ
സംവിധാനങ്ങളും 100 തീകെടുത്താനുള്ള ഫയർ എഞ്ചിനുകളും 1000 ഫയർ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ 350 കിലോമീറ്ററിലധികം വേഗതയിൽ പറക്കാൻ കഴിയുന്ന വിമാനങ്ങളിൽ വെള്ളം നിറച്ച് ഗാലൻ കണക്കിന് വെള്ളം നിറച്ച് അത് കൊണ്ടുപോയി വിതറിയിട്ടും അതുപോലെ തന്നെ തീകെടുത്താനുള്ള രാസവസ്തുക്കളും പൊടികളും കൊണ്ടുപോയി വിതറിയിട്ടുമൊന്നും ഈ കത്തിപ്പിടിച്ച തീയുടെ കാൽ ഭാഗം പോലും അണക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ്. നോക്കൂ, ഒരു വക്കീലുമില്ല അല്ലാഹു അല്ലാതെ. അപ്പൊ അങ്ങനെയുള്ള ചൂടുള്ള കാറ്റുകളാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ 3 സ്ഥലങ്ങളിൽ ഉപയോഗിച്ച് നമുക്ക് കാണാം. ഫജഅൽനാ ആലിഹാ സാഫിലഹാ, അവിടെയും കാറ്റുണ്ടായിരുന്നു. കാറ്റിന് പുറമെ ഈ പറയുന്ന ചൂട് കല്ലുകൾ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയിലേക്ക് അടിച്ചു വീശി. ലൂത്ത് നബിയെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തി. ആ ഭൂമിയെ തലകീഴായി മറിച്ചു. അടിഭാഗം മേൽഭാഗവും മേൽഭാഗവും അടിഭാഗവുമായി തലകീഴായി മറിക്കുകയുണ്ടായി. വാ അംതർനാ അലൈഹിം ഹിജാറത്തൻ മിൻ സിജ്ജീൽ, ഇവർക്ക് കൊടുത്തത് എന്താ? കാറ്റും കാറ്റിനോടൊപ്പം ചൂട് വെച്ച് പഴിപ്പിച്ച കല്ലുകളാലുള്ള മഴയും അവരിലേക്ക് വർഷിപ്പിച്ചു. വെള്ളത്തിന്റെ മഴയല്ല, ചൂടുള്ള കല്ലിന്റെ മഴ. വെള്ളത്തിന് പകരം കൽക്കട്ടകൾ അമേരിക്കയിൽ അടിച്ചു വീശിയത് എന്താ? സൂറത്ത് ഹൂദ് കാണാം, മംലൂദ്. ആ വന്ന കല്ലുകൾ ചൂടുള്ളതായിരുന്നു. അതോടൊപ്പം മംലൂദ് അടുക്കടുക്കി വെച്ചതാണ്. ഓരോരോ കല്ലുകളല്ല, ഒന്നിനുമേൽ ഒന്നായി അട്ടിവെച്ച ചൂടുള്ള കല്ലുകൾ ലൂത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനതയിലേക്ക് അള്ളാഹു ആകാശത്ത് നിന്ന് അയച്ച് നശിപ്പിച്ചതുപോലെ ഈ ആളുകളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കല്ലിന് പകരം തീക്കട്ടകൾ കട്ടകളായി അടുക്കുകളായി 100-ലധികം 110-ഉം 130-ഉം കിലോമീറ്റർ വേഗതയിൽ അടിച്ചു വീശുന്ന കാറ്റിനോടൊപ്പം ഈ തീക്കട്ടകൾ കൂടി സഞ്ചരിക്കുകയാണ്. അങ്ങനെ ശക്തമായ കാറ്റും തീക്കട്ടകളും അള്ളാഹു നശിപ്പിച്ച ലോകത്തെ ഏറ്റവും ദുഷ്ടന്മാരായ ആളുകളിൽ 2 വിഭാഗമായ ഹൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദ് ഗോത്രത്തിനും ശിർക്കും അതോടൊപ്പം വളരെ നീചമായ സ്വവർഗരതിയിലും ഏർപ്പെട്ട ലൂത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനതക്കും നൽകിയിട്ടുള്ള ശിക്ഷയെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇന്ന് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരീക്ഷണം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ എന്താണോ അത് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല എന്നതാണ്. കഅബ പൊളിക്കാൻ വേണ്ടി യമനിൽ നിന്ന് അബ്രഹത്ത് രാജാവ് ആനപ്പടയെയുമായി വന്നു. ഖുർആനിലെ താഴെ ഭാഗത്തുള്ള സൂറത്തുൽ ഫീലിൽ നമുക്ക് കാണാം, അവരെ അള്ളാഹു നശിപ്പിച്ചു. ആനയും വലിയ പട്ടാളക്കൂട്ടവുമാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് പക്ഷികളെ അയച്ചു. പക്ഷികൾ കൊണ്ടുവന്നത് എന്താണ്? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ചൂട് വെച്ച കല്ലുകൾ കൊണ്ട് ആ സിജ്ജീലിൽ നിന്നുള്ള, അതായത് ചൂട് വെച്ച് പഴിപ്പിച്ച കല്ലുകൾ തർമീഹിം, ഈ പക്ഷികൾ അബ്രഹത്തിന്റെയും സൈന്യത്തിന്റെയും നേർക്കെറിഞ്ഞു. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, പഴുത്ത കല്ല് എങ്ങനെയാണ് പക്ഷികൾക്ക് ചുണ്ടിലോ കൊക്കിലോ നഖങ്ങളിലോ അല്ലെങ്കിൽ കാൽവിരലുകളിലോ ഇറുക്കി പിടിക്കാൻ സാധിക്കുക? പൊള്ളൂലേ? ചോദ്യമല്ല. അള്ളാഹുവിന്റെ പക്ഷികളാണ്, അള്ളാഹുവിന്റെ ശിക്ഷയാണ്. അപ്പൊ ഈ ജീവനുള്ള പക്ഷികൾ ചുട്ടുപഴുത്ത കല്ലുകൾ കൊണ്ടുവന്ന് അബ്രഹത്തിന്റെയും സൈന്യത്തിന്റെയും നേർക്കെറിഞ്ഞു. അവിടെയും ഹിജാറത്തിൻ മിൻ സിജ്ജീൽ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അപ്പൊ ഈ 3 കൂട്ടർക്ക് അള്ളാഹു നൽകിയ 2 തരത്തിലുള്ള ശിക്ഷ ഇന്ന് അമേരിക്കയിൽ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ആളുകൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ എന്നുണ്ടാകുന്നുവോ അന്നു ശിക്ഷകൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ ആവർത്തിക്കപ്പെടും എന്ന പാഠമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മനുഷ്യൻ എത്ര തന്നെ ശക്തനായിരുന്നാലും അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ മനുഷ്യൻ ദുർബലനാണ് എന്നത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ വിചാരിക്കുന്നു ഞാൻ അഹങ്കാരിയാണ്, എന്നേക്കാൾ വലിയ കേമൻ ആരാണുള്ളത്, എന്നേക്കാൾ വലിയ ശക്തൻ ആരാണുള്ളത്. പക്ഷേ അള്ളാഹു പറയുന്നു ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്താ ദുർബലനായത്? അവൻ എത്ര ബുദ്ധിയുണ്ടായാലും എത്ര തന്നെ കഴിവുകൾ ഉണ്ടായാലും എത്ര തന്നെ സമ്പത്തും അധികാരവും ശക്തിയും ഉണ്ടായാലും ശരി, മനുഷ്യനെപ്പോലും അവനെപ്പോലും സംരക്ഷിക്കുവാൻ സാധ്യമല്ല. അവൻ ലൈഫാണ്, ദുർബലനാണ്. ദുർബലനായ മനുഷ്യൻ സൃഷ്ടാവായ അള്ളാഹുവിലേക്കാണ് അഭയം പ്രാപിക്കേണ്ടത്. അഹങ്കരിക്കാവതല്ല, എത്ര അഹങ്കരിച്ചാലും അവൻ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നതാണ്. അമേരിക്ക ലോകത്ത് ആരാണെന്ന് നമുക്കറിയാം, അവരുടെ ശക്തിയും കഴിവും ആരാണെന്നറിയാം. ലോക പോലീസായി അഭിനയിക്കുന്ന ആളുകളാണ്. ഒരുപാട് അറബ് രാജ്യങ്ങളിൽ അതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളെ ഛിന്ന ഭിന്നമാക്കി ഒരു രാജ്യത്തെ 2ഉം 3ഉം 6ഉം 7ഉം ഒക്കെ കഷ്ണങ്ങളാക്കി മാറ്റിയ ചരിത്രമാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ വെടിവെച്ചും തീ കത്തിച്ചും ബോംബെറിഞ്ഞു കൊന്നും എല്ലാം നശിപ്പിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകൾ ഗസയിലെ, ഇപ്പോഴല്ല പണ്ടത്തെ യുദ്ധത്തിൽ അഭയാർത്ഥികളായ വീടും എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് താമസിക്കാനായി ഐക്യരാഷ്ട്രസഭ ഉണ്ടാക്കിക്കൊടുത്ത താവളങ്ങളിൽ പോലും, അഭയാർത്ഥി ക്യാമ്പുകൾ പോലും, അതുപോലെ ആശുപത്രികൾ, സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധർ, ഇങ്ങനെ ലോകത്ത് മതമില്ലാത്തവൻ പോലും അംഗീകരിക്കുന്ന യുദ്ധ നിയമങ്ങളെ കാറ്റിൽ പറത്തി എല്ലാവരെയും കൊന്നു നശിപ്പിച്ച് ഇസ്രായേലിന് ഗസയെയും പലസ്തീനെയും നശിപ്പിക്കാൻ ബില്യൺ കണക്കിനും ട്രില്യൺ കണക്കിനും ഡോളറുകൾ നൽകിയ ഈ ആശാന്മാർക്ക് സ്വന്തം രാജ്യത്ത് കത്തുന്നത് കെടുത്താനായില്ല. മറ്റുള്ള ആളുകളെ കൊല്ലുന്ന അമേരിക്കക്ക് സ്വന്തം രാജ്യത്ത് തീ കൊണ്ട് കൊല്ലപ്പെടുന്ന ആളുകളെ രക്ഷപ്പെടുത്താനായില്ല. ലോകത്തിന്റെ പല രാജ്യങ്ങളും തങ്ങളുടെ നയങ്ങൾക്കെതിരാകുന്ന രാജ്യങ്ങളിൽ
പ്രഹരത്തിന്റെ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഈ ആളുകൾക്ക് സ്വന്തം രാജ്യത്ത് അടിച്ചു വീശുന്ന കാറ്റുകളെ തടയാനായില്ല. അപ്പൊ നോക്കൂ, അഹങ്കാരികൾ എന്ന് പറഞ്ഞാൽ അഹങ്കാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ എന്താ കണ്ടത്? കൊലയാളികൾ കൊലക്കിരയായി. അതായത് ലോകത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരെ വെറുതെ കൊന്ന ഈ ഭരണകൂടവും ആ രാജ്യത്തെ ജനങ്ങളും അതിന് സഹായിച്ചവരുമായ കൊലയാളികളായ മനുഷ്യന്മാർ ഏതാനും ദിവസത്തെ കാറ്റുകൊണ്ട് കൊലക്കിരയാവുകയാണ്. ഒരുപാട് രാജ്യങ്ങൾ കത്തിച്ച പാരമ്പര്യമുള്ള ആളുകളുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം കരിഞ്ഞ് കരിക്കട്ടയായി മാറി. ലക്ഷക്കണക്കിന് ജനങ്ങളെ അഭയാർത്ഥികളാക്കിയ ആളുകൾ അവരുടെ രാജ്യം ചാമ്പലായി മാറുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പതിറ്റാണ്ടുകളായി, പ്രത്യേകിച്ച് ഏകദേശം 1.25 കൊല്ലമായി ഗസ മുനമ്പിലെ ലക്ഷക്കണക്കിന് പേരെ കൊന്നൊടുക്കുകയും അഭയാർത്ഥികളാക്കുകയും ചെയ്ത ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരവും ആ നഗരത്തിലെ മുഴുവൻ കാര്യങ്ങളും വെറും കരിക്കട്ടകളും വെണ്ണീറുകളും മാത്രമല്ലാതെ ഒന്നും ബാക്കിയില്ലാതെ നശിപ്പിക്കാൻ അള്ളാഹുവിന് 15 മാസം വേണ്ടി വന്നില്ല, 5 പതിറ്റാണ്ട് വേണ്ടി വന്നില്ല. 5 ദിവസങ്ങൾ കൊണ്ട് ഇതെല്ലാം ചാമ്പലമായി തീർന്നു. 1229 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു നാട്ടിലെ 161 ചതുരശ്ര കിലോമീറ്റർ ദൂരം പ്രദേശം, അതായത് അതിന്റെ 8% സ്ഥലം ചാമ്പലായി തീർന്നു. അമേരിക്ക ഇസ്രായേലിന് ഗസയെ നശിപ്പിക്കാൻ കൊടുത്ത ബില്യൺ ഡോളറുകളുടെ എത്രയോ ഇരട്ടി. ഇന്നലെ വന്ന കണക്ക് പ്രകാരം 250ന്റെയും 275ന്റെയും ഇടക്ക് ബില്യൺ ഡോളർ, അതായത് ലക്ഷക്കണക്കിന് ഡോളറുകൾ ഈ തീ കൊണ്ട് നാശമുണ്ടായി എന്നാണ് ഇപ്പോഴത്തെ കണക്ക്. അതിനെയും കൂടാൻ സാധ്യതയുണ്ട്. 25 ആളുകളെ മരിച്ചിട്ടുള്ളൂ എന്നാണ് ഇപ്പൊ പറയുന്നത്. എന്നാൽ അതിലേക്കാറൊക്കെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോ അവിടെ അഭയാർത്ഥികളാക്കാൻ ശ്രമിച്ചവൾ എല്ലാം വിട്ട് സ്വന്തം തടിയുമായി ഓടുകയാണ്. ഇങ്ങോട്ട് നോക്കൂ, ഇതാണ് അള്ളാഹുവിന്റെ രീതി എന്ന് പറയുന്നത്. ഒരക്രമിയും ഒന്നുകിൽ ദുനിയാവിൽ അല്ലെങ്കിൽ ആഖിറത്തിൽ പരലോകത്ത് രക്ഷപ്പെടുകയില്ല. വിശ്വാസികളെ പരിഹസിക്കുന്നവർ നിങ്ങൾ 14-ാം നൂറ്റാണ്ടിലെ ആളുകളാണ്, അപരിഷ്കൃതരാണ്, കാട്ടിൽ ജീവിക്കേണ്ടവരാണ് എന്നൊക്കെ പരിഹസിക്കുന്ന മതത്തെയും ഇസ്ലാമിനെയും കളിയാക്കുന്ന, അള്ളാഹുവിനെ അധിക്ഷേപിക്കുന്ന, പ്രവാചകനെ വരച്ചുകൊണ്ട് കുലഭ്യം പറയുന്ന ഇത്തരത്തിലുള്ള തോന്നിവാസികൾ, ഇത്തരം അഹങ്കാരികളും തമ്മാടികളും ലോകത്ത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഫിർഔന്റെ ചരിത്രം ഖുർആൻ പറയുന്നു. സൂറത്തു സുഹ്റുഫിൽ നമുക്ക് കാണാം, വലമ്മാ ജാഅഹും ബിആയാതിനാ ഇദാ ഹും മിൻഹാ യദ്ഹഖൂൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ആയാത്തുകളുമായി ഫിർഔനിന്റെയും ഫിർഔനിന്റെ നാട്ടുകാരുടെയും അടുക്കൽ ചെന്നപ്പോൾ ഫിർഔനിന്റെ സ്വഭാവം എന്തായിരുന്നു? ഹും മിൻഹാ യദ്ഹഖൂൻ. മൂസാ നബി കൊണ്ടുവന്ന അള്ളാഹുവിന്റെ വചനങ്ങളെ കുറിച്ച് ഫിർഔനും സൈന്യവും ചിരിക്കുന്നവരായിരുന്നു. ലഹിക മിൻ എന്ന് പറഞ്ഞാൽ പരിഹസിച്ച് ചിരിക്കുക എന്നാണ്. അള്ളാഹുവിനെയും മൂസാ നബിയെയും മൂസാ നബിക്ക് നൽകിയ വേദഗ്രന്ഥത്തിലെ വചനങ്ങളെയും ഫിർഔനും ആളുകളും പരിഹസിച്ചു ചിരിച്ചു. ഇങ്ങനെ വിശ്വാസികളെ പരിഹസിച്ചു ചിരിക്കുന്ന ഏമാന്മാരായ ആളുകളെ നമുക്ക് കാണാം. എന്നാൽ അതുപോലെ തന്നെ സൂറത്തു സുഹ്റുഫിൽ തന്നെ നമുക്ക് കാണാം, മൂസാ നബി വന്നപ്പോൾ സമൂഹത്തിൽ ഫിർഔൻ വിളംബരം ചെയ്തു. എന്താണ്? സമൂഹമേ, കാണുന്നില്ലേ, ഈ ഈജിപ്തിന്റെ ഭരണം എന്റേതല്ലാതെ മറ്റാരുടേതാണ്? ലോകത്തിന്റെ ഏറ്റവും വലിയ രാജ്യമായ അമേരിക്കയുടെ ഭരണം എന്റെ കയ്യിലാണ്. ഞങ്ങളെ തോൽപ്പിക്കാൻ ആരാണുള്ളതെന്ന് ചോദിച്ചതുപോലെ ഫിർഔൻ ചോദിച്ചു. വാദിഹിൽ അൻഹാറുല്ലത്തി തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. ഇവിടെതാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ അതൊക്കെ എന്റേതല്ലാതെ മറ്റാരുടേതാണ്? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് ഫിർഔൻ ചോദിച്ചത്. ലോകത്തിന്റെ ഏത് കടലിടുക്കും ഞങ്ങളുടെ ആധിപത്യത്തിന് കീഴിൽ വരണം, ഞങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് അവന്റെ കപ്പൽ പോലും ഓടാൻ പാടുള്ളൂ എന്ന് ധരിക്കുന്ന അഹങ്കരിക്കുന്ന ഈ ആളുകൾ രണ്ട് സ്വരവും തമ്മിൽ എന്ത് മാറ്റമാണുള്ളത്? അം അന ഖൈറും മിൻ ഹാദല്ലദീ ഹുവ മഹീൻ വലാ യകാദു യുബീൻ. വളരെ സ്ഫുടമായി സംസാരിക്കാൻ കഴിയാതെ നാവിന് വിക്കുള്ള മൂസാ നബി, ആ മൂസാ നബിയാണ് വ്യക്തമായി സംസാരിക്കാൻ കഴിയാത്ത മഹീൻ, നിന്ദ്യനായ ഇവനാണോ അതല്ല അന ഖൈറുൻ, ഞാനാണോ ഉത്തമൻ എന്ന് ഫിർഔൻ ചോദിച്ചു. പ്രവാചകനെ പരിഹസിക്കുന്നു, അള്ളാഹുവിനെ കളിയാക്കുന്നു, വിശ്വാസികളെ കാട്ടുമൃഗങ്ങളായി ചിത്രീകരിക്കുന്നു. ഇങ്ങനെ പരിഹസിക്കുന്ന ഞങ്ങളല്ലാതെ ആരാണ് വമ്പന്മാർ? ഇസ്ലാമിനെ പരിഹസിക്കുന്ന സിനിമ സൃഷ്ടിക്കുകയും അത് ഉണ്ടാക്കുകയും അത് വിൽപ്പന നടത്തുകയും അതിന്റെ എല്ലാ തരം മേഖലയിലും ഉൾപ്പെടുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, ആ സ്വരവും ഈ സ്വരവും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? എന്നിട്ട് ഖുർആൻ പറയാൻ, ഫലൗലാ ഉൽഖിയ അലൈഹി അസ്വിറത്തും മിൻ ദഹബ് ഔ ജാഅ മഅഹുൽ മലായികത്തു മുഖ്തരിനീൻ. മൂസ എങ്ങാനും അള്ളാഹുവിന്റെ ദൈവം, അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിൽ എന്തുകൊണ്ട് ഈ മൂസക്ക് സ്വർണത്തിന്റെ വളകൾ അണിയിക്കപ്പെടുന്നില്ല? വമ്പനാകാനുള്ള അടയാളം എന്താ? സ്വർണത്തിന്റെ വളകൾ കൈകളുണ്ടാകണം. മൂസയുടെ കൂടെ അള്ളാഹുവിന്റെ മലക്കുകൾ അവന്റെ കൂടെ വരണം, എങ്കിൽ മൂസ പ്രവാചകനാണ് എന്ന് അംഗീകരിക്കാം. ഇവര് ഈ പറയുന്ന അഹങ്കാരികളുടെയും വാദം എന്താണ്? ഞങ്ങൾക്ക് കോടികളുടെ രത്നങ്ങളുണ്ട്, കിലോ കണക്കിന് സ്വർണം വീടുകളിലുണ്ട്, ലക്ഷക്കണക്കിന് ഡോളറിന് സമ്പാദ്യമുണ്ട്, ഞങ്ങളുടെ വീട് പോലുള്ള വീടുകൾ ലോകത്തെവിടെയുമില്ല, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം പോലെ സുന്ദരമായ ഒന്നില്ല എന്നൊക്കെ ഇവരും അഹങ്കരിച്ചു. അങ്ങനെ മൂസാ നബിയുടെ ജനതയെ ഫിർഔൻ നിസ്സാരമാക്കി. അങ്ങനെ മൂസയുടെ ഫിർഔൻ
ഫിർഔന്റെ ജനത ഫിർഔനെ അനുസരിച്ചു. ഇന്നഹും കാനൂ ഖൗമൻ ഫാസിഖീൻ. അതുകൊണ്ട് തന്നെ അവർ തമ്മാടികളായ ആളുകളാണ്. ഫലമ്മാ ആസഫൂന തഖംനാ മിൻഹും. ഇങ്ങനെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ആയാത്തുകളെയും പ്രവാചകനെയും അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിഷേധിച്ച ആളുകൾ അവർ നമ്മെ ദുഃഖിപ്പിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇത്തരം കുഫ്ർ കൊണ്ട് അവർ എതിര് പ്രവർത്തിച്ചപ്പോൾ ഇൻതഖംനാ മിൻഹും അവരിൽ നിന്ന് നാം ശിക്ഷാ നടപടി സ്വീകരിക്കും. ഫാഗറഖ്നാഹും അജ്മഈൻ. ഒരൊറ്റ സുപ്രഭാതത്തിൽ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവരെ കടലിൽ നാം മുക്കിക്കുന്നു. ഫജഅൽനാഹും സലഫൻ എന്ന് ഖുർആൻ പറയാൻ അവരെ നാം സലഫാക്കിയിരിക്കുന്നു എന്നാണ്. ബൽ സലഫികളെന്നല്ല, അവരെ മുൻകഴിഞ്ഞ ഒരു സമുദായമാക്കി. ഫിർഔൻ എന്ന സമൂഹം നശിപ്പിക്കപ്പെട്ട ആദികാരികളെ നാം സലഫാക്കിയിരിക്കുന്നു, നമ്മുടെ മുമ്പേ കഴിഞ്ഞുപോയ ആളുകളാക്കിയിരിക്കുന്നു. വമസലൻ ലിൽ ആഖിരീൻ. പിന്നെ വരുന്ന ആളുകൾക്ക് ഒരു മോഡലുമാക്കിയിരിക്കുന്നു. അങ്ങനെയാണ് ശിക്ഷയുണ്ടാവുക എന്ന് പിൽക്കാലക്കാർക്ക് മനസ്സിലാക്കാനാണ് അത് ചെയ്തത്. ആ നടപടി ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ശിക്ഷയുണ്ടാകും. ഇത് ഇനി വരാൻ പോകുന്ന ആളുകൾക്ക് കൂടി മാതൃകയാണ് എന്നതാണ് ഇത്തരം ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂറത്ത് തൗബയിൽ മുനാഫിക്കുകളെ കുറിച്ച് ഖുർആൻ പറയുന്നു, കല്ലദീന മിൻ ഖബ്ലിക്കും കാനൂ അശദ്ദ മിൻകും ഖുവ്വ. മുനാഫിക്കുകളെ പോലെ നിങ്ങൾ ആരാണ്? മുമ്പുണ്ടായിരുന്ന ആളുകളെ പോലെയാണ്. ആ ആളുകളാരാ? അശദ്ദ മിൻകും ഖുവ്വതൻ. മക്കയിലെ മുശ്രിക്കുകളും കപടന്മാരുമായ ആളുകളെക്കാൾ ശക്തരായ ആളുകളായിരുന്നു. അശദ്ദ മിൻകും ഖുവ്വതൻ വഅക്സർ. നിങ്ങളെക്കാൾ ശക്തരും നിങ്ങളെക്കാൾ അധികമുള്ളവരുമായിരുന്നു. സമ്പത്തിനാലും ആൾബലത്താലും ഒക്കെ അധികമുള്ളവർ. അക്സർ അംവാല, സമ്പത്തിനേക്കാൾ അധികമുള്ളവരുമാണ്. ഔലാദ, ധാരാളം മക്കൾ, ധാരാളം സമ്പാദ്യം, നല്ല ശക്തി, ഇതൊക്കെ ഉള്ള ആളുകളായിരുന്നു നിങ്ങൾക്കുമുള്ള ആളുകൾ. അവർക്ക് ദുനിയാവിൽ അല്ലാഹു നൽകിയ വിഹിതം കൊണ്ട് അവർ അനുഭവിച്ച് സുഖിച്ചു. നിങ്ങൾക്ക് കിട്ടിയ വിഹിതം കൊണ്ട് നിങ്ങളും സുഖിച്ചോളൂ. നിങ്ങൾക്ക് മുമ്പുള്ളവർ സുഖിച്ചതുപോലെ. അവർ അല്ലാഹുവിനെ നിഷേധിക്കുന്നത് പോലുള്ള സംസാരങ്ങളിൽ മുഴുകിയതുപോലെ നിങ്ങളും സംസാരിച്ചു കൊള്ളുക. നിങ്ങൾക്ക് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം. പക്ഷേ അഅ്മാലുഹും ഫിദ്ദുനിയാ വൽ-ആഖിറ ഉലൈക ഹുമുൽ ഖാസിറൂൻ. ഹബിത്തത് അഅ്മാലുഹും. ഇവരുടെ പ്രവർത്തനങ്ങൾ ദുനിയാവിൽ നശിച്ചിരിക്കുന്നു, പരലോകത്തും നിഷ്ഫലമായി പോയിരിക്കുന്നു. ഇവർ തന്നെയാകുന്നു നഷ്ടകാരികൾ. അപ്പോൾ മുശ്രിക്കുകളെയും മുനാഫിക്കുകളെയും കുറിച്ച് അള്ളാഹു എന്താ പറയുന്നത്? ഖുറൈശികൾക്ക് വിചാരമുണ്ട്, ഞങ്ങളാണ് ശക്തന്മാർ, ഞങ്ങളാണ് ഊക്കന്മാർ, ഞങ്ങളാണ് വലിയ തറവാട്ടുകാർ. എന്നിട്ട് അന്നത്തെ ലോക പോലീസാണ് ഖുറൈശ്. പക്ഷേ മുമ്പ് നിങ്ങളെക്കാൾ ശക്തിയുള്ളവരുണ്ടായിട്ടുണ്ട്, ആള് എണ്ണമുള്ളവരുണ്ടായിട്ടുണ്ട്, സമ്പത്തുള്ളവരുണ്ടായിട്ടുണ്ട്. അവർക്കൊന്നും നിങ്ങളെ പോലെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളാണ് ലോക പോലീസ് എന്ന് പറയുന്നവർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തത്തെ സംരക്ഷിക്കാൻ പോലും സാധ്യമല്ല. ഇനി കാഫറുകളായ ആളുകളോ? അവരെ കുറിച്ചും ഖുർആൻ സൂറത്ത് മറിയമിലെ 73-75 വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കം അഹ്ലക്നാ ഖബ്ലഹും. ഇതിന് മുമ്പ് കഴിഞ്ഞു പോയ എത്രയെത്ര സമൂഹങ്ങളെയാണ് നാം നശിപ്പിച്ചത്. മിൻ ഖർനിൻ, തലമുറകളിൽ നിന്ന്. ഹും അഹ്സനു അസാസൻ വരിയ. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലുള്ള മുനാഫിക്കുകളും ജൂതന്മാരും മുശ്രിക്കുകളും ഖുറൈശികളും അടങ്ങുന്ന നിഷേധികൾ അവരാരാണ്? ഇവരെക്കാൾ നല്ല ആളുകൾ പണ്ട് കഴിഞ്ഞിട്ട്. എങ്ങനെ നല്ല ആളുകൾ? ഹും അഹ്സനു അസാസൻ. അസാസനാൽ ഫർണിച്ചർ, വീട്ടുപകരണങ്ങൾ, സൗകര്യങ്ങൾ. ഒരാളുടെ വീട്ടിൽ എന്തൊക്കെ സൗകര്യമുണ്ടോ അത്തരം അസാസ്. ഈ വീട്ടുപകരണങ്ങളാൽ ഏറ്റവും നല്ലവരായിരുന്നു മുമ്പുള്ളവർ. നിങ്ങളെക്കാൾ വലിയ സാധന സാമഗ്രികൾ വീട്ടിലവർക്കുണ്ടായിരുന്നു. ഒരിയൻ, കാഴ്ചയാൽ നിങ്ങൾ വീടിനേക്കാൾ നല്ല മൊഞ്ചുള്ള വീടുകൾ. അപ്പൊ ഈ ലോസ് ഏഞ്ചലസിലുള്ള ആളുകൾ നല്ല ഫർണിച്ചറുകൾ ഉള്ളവരാണ്, വീട്ടിലെ സൗകര്യങ്ങളുള്ളവരാണ്, നല്ല സുന്ദരമായ സ്ഥലത്ത്, സുന്ദരമായ അന്തരീക്ഷത്തിൽ, സുന്ദരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുന്നവരാണ്. പക്ഷെ നിങ്ങളെക്കാളൊക്കെ വലിയ കൊമ്പന്മാർ പണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഖുറൈശികളെയും മുനാഫിക്കുകളെയും അല്ലാഹു ഉറപ്പെടുത്തിയത്, ഏതൊരു കാഫറിനെയും. അപ്പൊ എല്ലാവർക്കും ഓർക്കാനുള്ള ഒന്നാകുന്നു അത്. ഇനി മരിച്ചു എന്നാൽ എല്ലാവർക്കും മനസ്സിലാവും, മൻ ഹുവ ശർറും മകാനൻ വ അദ്അഫു ജുന്ദാ. നിങ്ങൾ മോശപ്പെട്ടവരാണ് എന്ന് പരിഹസിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും ആരാണ് ഏറ്റവും മോശപ്പെട്ട സ്ഥാനത്തുള്ളത്, ആരാണ് ഏറ്റവും ദുർബലമായ സൈന്യങ്ങളുള്ളവർ എന്ന് പരലോകത്തെത്തുമ്പോൾ ഈ കാഫറുകൾക്കൊക്കെ മനസ്സിലാവും. ഇനി അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് താക്കീത് കൂടി ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ആരും ചിരിക്കേണ്ടതില്ല, ആരും ആരെയും പരിഹസിച്ച് മുസ്ലിങ്ങളെ കളിയാക്കേണ്ടതില്ല. മറിച്ച് ദുനിയാവിലുണ്ടാകുന്ന ഇത്തരം പരീക്ഷണങ്ങൾക്കും ശിക്ഷകൾക്കും പുറമെ നാളെ പരലോകത്ത് വേറെ ഒരു ചിരിക്കുന്ന ദിവസം വരാനുണ്ട്. ഇത് നമ്മളൊക്കെ സാധാരണ ഓതുന്ന അമ്മ ജുസയിലുള്ള സൂറത്തുൽ മുത്തഫിഫീൻ, വൈലുൽ മുത്തഫിഫീൻ എന്ന് പറയുന്ന സൂറത്തിലെ ഏതാണ്ട് അവസാന ഭാഗത്തുള്ള ആയത്തുകളാണ്. ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ. പാപികളായ, നേരത്തെ പറഞ്ഞ പാപി അവിടെയും പറയുന്നത് പാപം ചെയ്തവർ, ആര്? ശിർക്കും കുഫറുമുള്ള ആളുകൾ. അവരെന്തായിരുന്നു? കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ. വിശ്വസിച്ച ആളുകളെ കണ്ടാൽ പരിഹസിച്ച് ചിരിക്കുന്നവരായിരുന്നു പാപികൾ. പണ്ട് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു, നബിന്റെ കാലഘട്ടത്തിൽ, മക്ക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്, മദീനയിലും കുറച്ചു കാലത്തൊക്കെ ജൂതന്മാരടക്കം കപടവിശ്വാസികളടക്കം മുസ്ലിങ്ങളെ കണ്ട കളിയാക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പാവപ്പെട്ട ഉടുതുണിക്ക് മറുതുണിയെടുക്കാൻ കഴിവില്ലാത്ത, അതുപോലെ തന്നെ അന്തിയുറങ്ങാൻ കൂരയില്ലാത്ത പട്ടിണിപ്പാവങ്ങളായ ദരിദ്രരായ ആ സഹാബികളെയും നബിയെയും കാണുമ്പോൾ ഇവർ പറയും, കണ്ടോ ഇതാ ഭൂമിയിലെ രാജാക്കന്മാർ വരുന്നു. ഇത് മുഹമ്മദ് നബി രാജാവ്, അനുയായികൾ കണ്ടവരെ കോലം ഇതാണ് ഈ പട്ടിണിപ്പാവങ്ങൾ എന്ന് പറഞ്ഞ് ദരിദ്രവാസികളായ പട്ടിണിപ്പാവങ്ങളായ നബിയെയും സഹാബത്തിനെയും പരിഹസിക്കുക, ഒന്നിനും കൊള്ളാത്തവരെന്ന് പറയുക. അങ്ങനെ
തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ പരിഹസിച്ച ആളുകളായിരുന്നു അവർ. വൈദാ മർറൂ ബിഹിം യതഹാമസൂൻ, പാവപ്പെട്ട നബിയുടെയും സഹാബത്തിന്റെയും അടുക്കൽ കൂടി ഈ മുശ്രിക്കുകളും മുനാഫിക്കുകളും ജൂതന്മാരും നടന്നുപോയാൽ യതഹാമസൂൻ, അവർ കണ്ണുകൊണ്ട് ഗോഷ്ഠി കാണിക്കും. നമ്മൾ ഒരാളെ കണ്ടാൽ നമുക്ക് പറ്റാത്ത ഒരാളുണ്ടെങ്കിൽ മറ്റവനോട് ഇങ്ങനെ കാണിക്കില്ലേ, അതന്നെ കണ്ണുകൊണ്ട് ഗോഷ്ഠി കാണിക്കുക, ആംഗ്യം കാണിച്ച് പരിഹസിക്കുക, സംസാരിക്കണമെന്നില്ല, അതൊക്കെ പരിഹാസം. വൈദൻ ഖലബു ഇലാ അഹ്ലിഹിം ഖലബു ഫഖീഹിൻ, അങ്ങനെ മുസ്ലിങ്ങളെ കണ്ട് പരിഹസിച്ചാൽ ഓ ഇത്ര ആളുകളെ പരിഹസിച്ചല്ലോ എന്ന സന്തോഷത്തോടു കൂടിയാണ് അവർ അവരുടെ ആളുകളിലേക്ക് തിരിച്ചു പോയിരുന്നത്. ഒരു ആശ്വാസം. രണ്ട് മുസ്ലിമിനെ കളിയാക്കാൻ കിട്ടിയാൽ, രണ്ട് തൗഹീദുള്ളവരെ പരിഹസിക്കാൻ കിട്ടിയാൽ മുശ്രിക്കിനും കാഫിറിനും ഇസ്ലാമിന്റെ നിഷേധിക്കും ഉണ്ടാകുന്നത് സന്തോഷമാണ്. 100 മുസ്ലിങ്ങളെ കൊല്ലാൻ സാധിച്ചാൽ ആഹ്ലാദിക്കുകയാണ്. ഇവിടെ ലോസ് ആഞ്ചലസിൽ വലിയ നീർ നഷ്ടപ്പെട്ട ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആള് ഗസയിലെ നിവാസികളെയും കൊല്ലണം എന്ന് മെസ്സേജ് ഇട്ട മനുഷ്യനാണ്. അയാളുടെ വീട് മുഴുവൻ ചാമ്പലായി, കോടിക്കണക്കിന് വിലയുള്ള വീട് ചാമ്പലായപ്പോ അതേ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് താടിക്ക് കൈവച്ച് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കി കരയുന്നു, എന്റെ എല്ലാം പോയി. മുസ്ലിമുകളെ കൊന്നപ്പോൾ യൽഹഖൂൻ, ചിരിക്കുന്നു, പരിഹാസത്തിന്റെ ചിരി. അതേ ചിരി ദുനിയാവിൽ തന്നെ അല്ലാഹു ആ ചിരിയെ കിളിയാക്കി മാറ്റി. അതേ ജനങ്ങളോട് അതേ മീഡിയയിലൂടെ ദുനിയാവിൽ തന്നെ വരും, ആരും സന്തോഷിക്കേണ്ടതില്ല. പിന്നെ പരലോക വൈദാറഹും ഖാലു ഇന്ന ഹൗലായി ലദാല്ലൂൻ ഇന്ന ഹൗലായി ലദാല്ലൂൻ, വിശ്വാസികളെ കാണുമ്പോൾ ഇവർ പറയും നമ്മളാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ ആളുകൾ, ഈ മുഹമ്മദും കൂട്ടരും മുസ്ലിങ്ങളൊക്കെ വഴി പിഴച്ച ആളുകളാണ്, ഇവരൊക്കെ 6ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരാണ്, ഈ പുതുയുഗത്തിൽ ജീവിക്കേണ്ടവരല്ല, പിഴച്ച ആളുകളാണ് എന്ന് മുസ്ലിങ്ങളെ നോക്കി പറയും. അല്ലാഹുവിന്റെ മറുപടി വമാ ഉർസിലു അലൈഹിം ഹാഫിദീൻ, ഈ പരിഹസിക്കുന്ന ആളുകളെ വിശ്വാസികളായ ആളുകളുടെ കാവൽക്കാരായി നമ്മൾ അയച്ചിട്ടില്ല. ഓല കാര്യങ്ങൾ നോക്കണ്ട, നിങ്ങളായിരിക്കും നോക്കിക്കോളൂ. എന്നാലും താക്കീതുണ്ട്. ഫൽ യൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യൽഹഖൂൻ, മുസ്ലിങ്ങളെ നോക്കി പരിഹസിച്ച കാഫിറുകളെ നോക്കി സത്യവിശ്വാസികൾ ചിരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഫൽ യൗമല്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകൾ മിനൽ കുഫാരി, കാഫിറുകളെ പരിഹസിച്ചുകൊണ്ട് യൽഹഖൂൻ, ചിരിക്കുന്ന ഒരു ദിവസമാകുന്നു അത്. അതേതാ? പരലോകത്ത്. മുസ്ലിങ്ങളെ കൊല്ലാൻ ബില്യനുകളും അതിലപ്പുറവും ചെലവഴിക്കുന്ന അത് കണ്ട് ചിരിച്ച ആളുകൾ, ഗോഷ്ഠി കാണിച്ചവർ, ലേഖനം എഴുതിയവർ, പ്രവാചകനെ പരിഹസിച്ച് ചിത്രം വരയ്ക്കുന്നവർ, ഖുർആനിന്റെ ആയത്തുകൾ ചെരുപ്പിനടിയിൽ എഴുതി വെക്കുന്നവർ, ഇങ്ങനെ പലതരത്തിലുള്ള വൃത്തികേടുകളും കാണിച്ച് ഇസ്ലാമിൽ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, ഇവരെ നോക്കി ചിരിക്കുന്ന ഒരു ദിവസം നാളെ പരലോകത്ത് വരാനുണ്ട്. അതേതാ? മഹ്ശറേക്കാണ്. അവിടെ നഫ്സിനഫ്സിയാണ്, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കും. സ്വർഗത്തിന്റെ ആളുകൾ സ്വർഗത്ത് പോകും, നരകത്തിന്റെ ആളുകൾ നരകത്ത് പോകും. അവിടെ ഒരു ചിരി വരാനുണ്ട്. അതേതാ? സ്വർഗക്കാർക്ക് നരകക്കാരെ കാണാം, നരകക്കാർക്ക് സ്വർഗക്കാരെ കാണാം. എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ ഒരവസരം വരുമെന്നാൽ ഇത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഖുർആനിലെ എമ്പാടും ആയത്തുകളിൽ സ്വർഗവാസികളും നരകവാസികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരങ്ങളും തർക്കങ്ങളും ഖുർആനിലെ എമ്പാടും സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് ഗോഷ്ഠി കാണിച്ചവനോട് അതിന് പകരം ചോദിക്കാൻ സത്യവിശ്വാസികൾക്ക് ചിരിക്കാവുന്ന ഒരു ദിവസം നാളെ പരലോകത്ത് വരാനുണ്ട്. ആത്യന്തിക വിജയം അത് ദുനിയാവിലായാലും ആഖിറത്തിലായാലും അത് സത്യവിശ്വാസികൾക്കാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ആ പരിഹാസത്തിന്റെ ചോദ്യം? ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഹൽ തുബ്ബിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ, ദുനിയാവിൽ വെച്ച് ഈ കാഫിറുകളായ ആളുകൾ പ്രവർത്തിച്ചതിന് അവർക്ക് പ്രതിഫലം നൽകപ്പെട്ടുവോ? അതാണ് ആ പരിഹാസത്തിന്റെ നോട്ടവും ചോദ്യവും സംസാരവും. അപ്പുറത്തെ നോക്കി ചോദിക്കാം, കിട്ടിയോ എന്ന് ചോദിക്കാം. അതാണ് തുബ്ബിബൽ കുഫാർ മാ കാനൂ യഫ്അലൂൻ, ദുനിയാവിൽ ചെയ്തു കൂട്ടിയ കുഫ്റിനും ശിർക്കിനും നിഫാഖിനും പാപങ്ങൾക്കും പരിഹാസങ്ങൾക്കും അർഹിക്കുന്ന സവാബ് കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയോ? ഖുർആനിൽ മുഹമ്മദ് നബി പറഞ്ഞത്, അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്, പ്രബോധകന്മാർ നിങ്ങളോട് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ശിക്ഷക്കൊപ്പം അവർക്ക് മാനസികമായി കൂടി ഉണ്ടാകുന്ന ഒരു വിഷമം കൂടിയ, അങ്ങനെ ഒന്നല്ലാത്ത പലതരത്തിലുള്ള ശിക്ഷകൾ പരലോകത്തെ ആളുകൾ അനുഭവിക്കേണ്ടി വരുമെന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പാഠം ഉൾക്കൊള്ളുക. ഖുർആന്റെ ചോദ്യമാണ് നമ്മളോട് ചോദിക്കേണ്ടത്. അമിൻതും, നിങ്ങൾ നിർഭയരാവുകയാണോ? ഇത് എല്ലാവരുള്ള ചോദ്യമാണ്. നമുക്കും നിർഭയരാകാൻ പറ്റുകയില്ല. നമ്മൾ നല്ലവരായി ജീവിച്ചാൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ച് വിശ്വാസമെന്ന നിർഭയത്വം നമ്മൾ വിശ്വാസത്തിലൂടെ നേടിയെടുക്കുകയും അങ്ങനെ ആ നിലക്കുള്ള നിർഭയരാവുകയും അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചും പരീക്ഷണത്തെക്കുറിച്ചും നിർഭയരാകാതിരിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. ഇതോടൊപ്പം കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ച വിഷയത്തിന്റെ മറുവശം, അതായത് ആരെങ്കിലും നല്ല ചര്യകൾ നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ രണ്ടാമത്തെ വശം, അതായത് ചീത്ത കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ അത് വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ചെറിയ ഒരു വിശദീകരണം മാത്രം ഇവിടെ നൽകുകയാണ്. അതേ ഹദീസിന്റെ അവസാന ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇസ്ലാമിൽ ആരെങ്കിലും ചീത്ത ചര്യ നടപ്പിലാക്കിയാൽ അതിന്റെ ഭാരവും പിന്നെ അത് ആരൊക്കെ ചെയ്തുവോ അവരുടെ പാപത്തിന്റെ ഭാരവും ഓൽക്കും കിട്ടും. അതേപോലെ ഈ ചെയ്ത് കാണിച്ച ആൾക്കും ഉണ്ടാകും. മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഔസാരിഹിൻ ശൈഉൻ, ചെയ്തവരുടെ ശിക്ഷ കുറയാതെ തന്നെ സമാനമായ ശിക്ഷയും ഇവൻ ചെയ്തതിന്റെ ശിക്ഷ വേറെയും ഇത് ലഭിക്കും എന്നാണ്. ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലമ അത് പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ആയത്തുകളിലും അതിന്റെ പരാമർശം കാണാം. ആദം നബിയുടെ 2 മക്കളിൽ ഒരുത്തനെ കൊന്നു. ഹാബീൽ എന്നൊക്കെ പേരുകൾ തഫ്സീറുകളിൽ ബൈബിളിലൊക്കെ കാണാമെന്നല്ലാതെ ഇത് രണ്ടും അവരുടെ പേരാണ് എന്നതിന് ഖുർആനിലോ ഹദീസിലോ യാതൊരു രേഖയില്ല. ഖുർആൻ പറഞ്ഞത് ആദമിന്റെ 2 മക്കൾ എന്നാണ്. പേരെന്തോ ആകട്ടെ, പേരല്ല വിഷയം, പ്രവൃത്തിയാണ് വിഷയം. ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ കൊന്നു. അതിന്റെ ചോദ്യങ്ങളും മറുപടികളും കൊന്നരങ്ങവും കൊന്നിട്ട് കുഴിച്ചുമുടാൻ വേണ്ടി അള്ളാഹു കാക്കനെ പറഞ്ഞയച്ചു കൊടുത്തു. മാന്തി കുഴിച്ചിട്ടോ കാക്ക മാന്തുന്നത് കണ്ടിട്ടാണ് മനുഷ്യനെ മറവ് ചെയ്യണമെന്ന് ആദ്യം മനുഷ്യൻ പഠിച്ചത്. ഇതൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിൻ നഫ്സിൻ തുഖ്തലു ദുൽമൻ ഇല്ലാ കാന അല ബിനി ആദമ അൽ അവ്വലി കിഫ്ലും മിൻ ദമിഹാ. ലോകത്ത് അന്യായമായി ഒരു മനുഷ്യനും തന്നെ കൊല്ലപ്പെടുകയില്ല ആദമിന്റെ മക്കളിൽ ഒരുത്തന്, അതായത് കൊന്ന വ്യക്തിക്ക് ഉണ്ടായിട്ടല്ലാതെ, മിൻ ദമിഹാ കൊല്ലപ്പെട്ട മനുഷ്യന്റെ രക്തത്തിൽ നിന്ന് ഒരു പങ്കുണ്ടായിട്ടല്ലാതെ, ലിഅന്നഹു കാന അവ്വല മൻ സന്നൽ ഖത്ൽ. കൊലപാതകം എന്ന കാര്യം ലോകത്ത് ആദ്യം നടപ്പിൽ വരുത്തിയത് ആദമിന്റെ ഈ പുത്രനാണ്. ഇനി ലോകത്ത് ഏതൊരു മനുഷ്യൻ കൊല്ലപ്പെടുന്നുണ്ടോ ആ അന്യായമായി കൊല്ലാൻ അനുവദിക്കപ്പെട്ട മേഖലകളുണ്ട്, അത് വേറെ വിഷയം. അന്യായമായി ഒരുത്തൻ മറ്റൊരുത്തനെ കൊന്നാൽ ഈ കൊല്ലുന്ന കൊലയാളികളുടെ എല്ലാം തിന്മയുടെ അതേ തിന്മ ആദ്യം ഈ പ്രവൃത്തി നടപ്പിലാക്കിയ ആദമിന്റെ പുത്രനുണ്ട്. ഒന്ന് കണക്കൂട്ടാൻ പോലും കഴിയില്ല. ചില ആളുകൾ തന്നെ ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളെ, വലിയ സോഷ്യലിസം പ്രസംഗിക്കുന്ന ആളുകളുടെ നേതാക്കന്മാർ ലക്ഷക്കണക്കിന് ആളുകൾ, മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കുന്ന ആളുകൾ, മുസ്ലിങ്ങൾക്കാലം വരെ മുസ്ലിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളാൽ കൊല്ലപ്പെട്ടതിന്റെ എത്രയോ ഇരട്ടി കൊന്ന ആളുകളാണ് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറയുന്നത്. അത് എല്ലാ മതക്കാരുണ്ട്, മതമില്ലാത്തവരുണ്ട്, അത് വേറെ വിഷയം. ഇതിന്റെ ഒക്കെ ഒരു പങ്ക് കൊലപാതകത്തിന്റെ ശിക്ഷ ആർക്കുണ്ട്? ഈ ആദമിന്റെ പുത്രനുണ്ട്. കാരണം കൊല എന്നത് ആദ്യം നടപ്പിലാക്കിയത് അവനാണ്. ഈ ഹദീസ് തന്നെ വിശദീകരിക്കാതെ നമുക്കറിയാം ഏതൊരു പ്രവൃത്തിയും, ഇതൊരു ഉദാഹരണമാണ്. അപ്പൊ ലോകത്ത് ഏതൊരു പ്രവൃത്തിയും ആദ്യം അത് നടപ്പിലാക്കുന്നുവോ പിന്നെ അത് കണ്ടുപിടിക്കുന്നവരുടെ ഒക്കെ തത്തുല്യമായ ശിക്ഷ അയാൾക്കും കിട്ടും. ഇത് കൊലപാതകത്തിൽ മാത്രമല്ല, ഏത് തിന്മയും ലോകത്താദ്യം. ഇപ്പൊ പുതുതായി പല തിന്മകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, പണ്ടില്ലാത്ത പലതും. പണ്ട് നേർച്ചക്ക്, മുസ്ലിങ്ങളുടെ ജാറത്തിൽ നേർച്ചക്ക് ആനയും എഴുന്നള്ളത്തും വെടിക്കെട്ടും കണ്ടു. ഹിന്ദുക്കളുടെ അമ്പലത്തിലുണ്ടാവും, ക്രിസ്ത്യാനികളുടെ ചർച്ചിൽ പള്ളിപ്പെരുന്നാളുണ്ടാവും. എന്നാൽ ഇന്നിപ്പം മാപ്പിളമാരുടെ വലിയ വലിയ പള്ളി കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹികള്, നാട്ടിലെ വലിയ വലിയ ധർമ്മിഷ്ഠന്മാരായി അറിയപ്പെടുന്ന നല്ലവരായി ജനം വിലയിരുത്തുന്ന ആളുകൾ, ഇവരുടെയൊക്കെ കല്യാണത്തിന് വെടിക്കെട്ടുകളാണ്, പാട്ടും കൂത്തുമാണ്, സംഗീതോപകരണങ്ങളാണ്, ഡാൻസുകളാണ്, ആണും പെണ്ണും ഒരുമിച്ചാടുന്നവയും ആടാത്തവയും പല കോലത്തിലും. ഇതൊന്നും വിശദീകരിക്കണ്ട, ഇങ്ങനെ എമ്പാടും. ഇപ്പൊ ഇന്നലെ മെനയാന്ന് ഈ ആഴ്ച ഉണ്ടായ സംഭവമാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ, കണ്ണൂർ ജില്ലന്റെ ഏതോ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല. അവിടെ പുതിയാപ്പള ഇറക്കുക എന്ന തോന്നിവാസത്തിൽ ഭയങ്കര ശക്തിയുള്ള പടക്കം പൊട്ടിച്ചു. ഈ പടക്കം പൊട്ടിച്ചതിന്റെ ആ ശബ്ദവും ഇളക്കവും കാരണത്താൽ പ്രസവിച്ച് 10-18 ദിവസം മാത്രമായ ഒരു കുട്ടിക്ക് തകരാറുണ്ടാവുകയും അതിന്റെ ഹൃദയത്തിനെന്തോ തകരാറ് പറ്റുന്നൊക്കെയാണ് ഇന്നിപ്പോ ഇതൊന്ന് കണ്ടത്. അബോധാവസ്ഥയിലാവുകയും ചെയ്യും. അത്രക്ക് ശക്തമായ ഈ കുട്ടി, ഒന്നും അറിയാത്ത 18 ദിവസം മാത്രം പ്രായമായ കുട്ടിക്ക് ഈ അസുഖം ബാധിച്ചതെങ്കിൽ തകരാറിലായിരുന്നു, ജീവൻ രക്ഷപ്പെടും. അള്ളാഹു ജീവൻ രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. ഇത് ഈ കല്യാണത്തിന് വെടിക്കെട്ട് അമ്പലല്ല, ചർച്ചല്ല, പള്ളിപ്പെരുന്നാളല്ല, പൂരമല്ല, നേർച്ചയല്ല. ഇത് എവിടെ തുടങ്ങി? ആര് നടപ്പിലാക്കിയോ ആ നടപ്പിലാക്കിയ ആളുകൾക്കും അതനുസരിച്ച് ഓരോ നാട്ടിലും കൊണ്ടുവരുന്ന ആളുകൾക്ക് അതിന്റെ കൂലി, ഒരു നാട്ടിൽ ഒരുത്തൻ ആദ്യം ചെയ്താൽ ആ നാട്ടിൽ പിന്നെ ആളുകൾ ചെയ്യുന്നു, അതിന്റെ കൂലി കിട്ടും. ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ കല്യാണത്തിലും അല്ലാതെയും ഒക്കെ ഒരുപാട് തൂന്യാസങ്ങൾ നടക്കും. ഇതിനൊക്കെ തത്തുല്യമായ ശിക്ഷ ആദ്യം നടപ്പിലാക്കിയിട്ടുണ്ടാവും. കേരളത്തിലെ ഭൂരിഭാഗം മുസ്ലിങ്ങളുടെ വീടുകളിലും 7 കിതാബുകളുണ്ട്. 313, 222, പിന്നെന്താണ് 3333, അങ്ങനെ ഒരേപോലത്തെ അക്കങ്ങൾ കേട്ടിച്ചേർത്ത് അങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ അതിൽ സിർക്കിന്റെ സലാത്തുണ്ട്, സിർക്കിന്റെ ദിക്റുണ്ട്, സിർക്കിന്റെ ദുആണ്ട്, വിദേഹത്തിന്റെ ദിക്റും ദുആയും സലാത്തുണ്ട്, പലതരത്തിലുള്ള സലാത്തുകൾ, നാരിയ, അയലം, ഫാത്തിഹ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ആരുണ്ടാക്കിയോ ആ ഉണ്ടാക്കിയ ആൾക്ക് പിന്നെ പാടുന്നവരുടെ ഒക്കെ കൂലി കിട്ടും. ഏത് കൂലി? ശിക്ഷന്റെ കൂലി. അപ്പൊ അതൊന്നിലല്ല, എല്ലാറ്റിലും. പാപ്പയമ്മയും മക്കൾക്ക് തിന്മയിൽ മാതൃകയായാൽ, അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് തിന്മയിൽ ദുഷ്മാതൃകയായാൽ, നാട്ടിലെ കാരണവർ നാട്ടിലെ ആളുകൾക്ക് ചീത്തകാര്യത്തിൽ മാതൃകയായാൽ, ഇമാമും ഖത്തീബും നാട്ടിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തുള്ള ആളുകൾക്ക് ചീത്ത പ്രവർത്തനത്തിൽ മാതൃകയായാൽ, ആരെ കണ്ടുപഠിക്കുന്നുവോ അവരാണ് സൂക്ഷിക്കേണ്ടത്. ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിക്കൂലത്. ഇത് ക്ലോസ് ചെയ്യാത്ത തുടർച്ചയായി വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടാണ്. ആ ഒരു പേടി നമുക്കുണ്ടാകണം. നന്മയിൽ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ അതേ ഭയപ്പാട് തിന്മയുടെ കാര്യത്തിലും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല